സ്കൂളായാലും കോളേജായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറച്ച് നാളത്തേക്ക് അടയ്ക്കുക എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ഉത്സാഹമായിരിക്കും 2-3 ദിവസത്തേക്ക്. ഇതിപ്പോൾ പരീക്ഷയ്ക്ക് സ്റ്റഡി ലീവിന് വേണ്ടി വെക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് പതിവിലും നേരത്തെ ഉണർന്ന ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ച് ദിവസമായി ഭാര്യ എന്നെ സഹായിക്കാൻ ചെടി പരിപാലനത്തിനും മറ്റും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ക്ഷീണം തീർക്കാനെന്നുള്ള ഭാവേന ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആട്ടിൻകൂട്ടിൽ നിന്ന് ഇറക്കി വച്ചിരുന്ന ബോൺസായി ചെടികളും ചട്ടികളും അതുപോലെ ബിഗോണിയ ചട്ടികളുമൊക്കെ പറക്കി നിരത്തി ഇന്ന് പൊടിപ്പും തൊങ്ങലും എവിടേക്കോ നിൽക്കുന്ന ബോൺസായുള്ള ബിഗോണിയ ചെടികളെയൊക്കെ പറക്കിയെടുത്ത് കുറച്ചൊക്കെ പാവി നിർത്താമെന്നുള്ള പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. 9 ഐറ്റം ബിഗോണിയ ഉണ്ടായിരുന്നു. നിലവിൽ അതിൽ 1, 2, 3 എങ്ങാണ്ടാണ് നിലവിലുള്ളൂ. കുറച്ച് ബിഗോണിയ പലയിടത്തുനിന്നുമായി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചട്ടികളിലെ പണികളൊക്കെ തീർത്ത് മണ്ണും നിറച്ച് വച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് നടാൻ എളുപ്പമാകും. എന്നാൽ ഇന്ന് അതിന് പറ്റിയ ചട്ടികളൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് നടുക, മണ്ണൊക്കെ നിറച്ച് ഉള്ളതൊക്കെ നടുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവിടെ ഇവിടങ്ങളിലായി ചില വിഗോണിയ അല്ലാത്ത തരത്തിലുള്ള ഇലച്ചെടികളുമൊക്കെ തൽക്കാലം കുറച്ച് ചട്ടിയിൽ നടാമെന്ന് ഭാര്യയുടെ നിർബന്ധപ്രകാരം. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും മൗനാനുവാദം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് ഓരോന്നായി പെറുക്കി കൂട്ടുകയാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ചെടി പരിപാലനമാണെന്ന് പലർക്കും പറയാതെ തന്നെ അറിയാം. തന്നെയുമല്ല, എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കൊക്കെ അത് ബോധ്യമാവുകയും ചെയ്യും. ചെടികൾ നമ്മോട് സംവദിക്കുന്നതും അവരോട് നമ്മൾ സംവദിക്കുന്നതുമൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം പലപ്പോൾ. പക്ഷേ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നു അത് ശരിയാണ് എന്ന്. എല്ലാ ചെടികളും മൃഗങ്ങളുമൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മൃഗങ്ങൾ സംസാരിക്കുന്നത് നമ്മൾക്കറിയാം. പക്ഷേ ചെടികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ സംസാരങ്ങളെല്ലാം അവർ കേൾക്കുന്നുണ്ട്. നമ്മളുടെ പ്രതികരണങ്ങൾക്കൊപ്പം അവർ പ്രതികരിക്കുന്നുമുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ചെടികൾ നമ്മൾ ഒരു ചെടി നിരന്തരം എന്നോണം നട്ടു നനയ്ക്കുകയാണെങ്കിൽ ആ ചെടിക്ക് നമ്മോട് പ്രത്യേക ഒരു മമത ഉണ്ടാകും. ആ ചെടി നമ്മൾ പോകുന്ന ഇടങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുകയും നമ്മൾ തൊട്ട് തലോടുന്നതിനനുസരിച്ച് അവർക്ക് ഊർജ്ജസ്വലതയും കായ്കനികളുള്ളതാണെങ്കിൽ അതിൽ കായ്കനികൾ കൂടുതലുണ്ടാവുകയും ചെയ്യുമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. ഇതിക്ക് മുന്നേ എൻ്റെ പിതാവ് ഇത് എന്നോട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഈ കാര്യം ഞാൻ പല വീഡിയോകളിലും പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്യാവശ്യം ചട്ടികൾ ഒക്കെ പലയിടങ്ങളിലായി തൂവിക്കിടക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും കുറച്ച് ചട്ടികളൊക്കെ പറക്കിയെടുത്ത് ഇതിങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരികയാണ്. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 2000 വെറൈറ്റി ചെടികൾ എനിക്കുണ്ടായിരുന്നു എന്ന്. അന്നൊക്കെ ചെടി വിൽപ്പനയും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ എനിക്ക് ആടും കോഴികളും താറാവുകളുമൊന്നും ഉണ്ടായിരുന്നില്ല. ആടും കോഴികളും താറാവുകളുമൊക്കെ വന്നപ്പോഴാണ് ചെടി പരിപാലനം കുറച്ചത്. വിൽപ്പന നിർത്തി നമുക്ക് കാണാനുള്ളതും അത്യാവശ്യം സന്തോഷം കിട്ടാനുമുള്ള ചെടികളുമാക്കി ചുരുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ചെടികൾ പിന്നീട് പരിപാലനം കുറഞ്ഞ് ഏതാണ്ട് 75% ചെടികളും നാമാവിശേഷമായി പോയി. അതിനുശേഷം ആടുകളെയും വളർത്തൽ നിർത്തി, കൂണുകൃഷി നിർത്തി, എല്ലാം നിർത്തി. മക്കളുടെ കൂടെ കടയിൽ പോയിരുന്ന് തടി കൂടാൻ തീരുമാനിച്ചു. തടി കൂടുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു. അങ്ങനെ തടി കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് പറ്റിയ പണിയല്ല, നമുക്ക് നമ്മളുടെ പഴയ പണികളൊക്കെ തന്നെയാണ് നല്ലത് എന്ന് വീണ്ടും ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണികളിലേക്ക് 2 മാസം മുൻപ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും മകളുടെ ഫോൺ വന്നു. കൊച്ചുമകൻ 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്ന്. വലിയ സന്തോഷമായി. ഉടനെ അവനെ പിക്ക് ചെയ്ത് അവനെ ഞങ്ങളുടെ കൂടെ കൂട്ടി. പിന്നെ പുള്ളിയുടെ ഒരംഗമാണ്. എല്ലായിടത്തും ഓട്ടവും ചാട്ടവും. വന്ന വഴിയെ മൾബറി പറിക്കാൻ പറഞ്ഞ് അത് പറിച്ചു കൊടുത്തു. പങ്കാളി കുറച്ച് മൾബറി
വലുതായിട്ടുള്ളതൊക്കെ പഴുത്ത് ഒരുപാട് ചാടി പോകുന്നുണ്ട്. ഇവൻ വരാത്തത് കൊണ്ട് അത് പറിക്കാറുണ്ടായിരുന്നില്ല. അവനത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവന് വേണ്ടി കുറേ മൾബറി പറിച്ച് അവൻ ആവശ്യത്തിലധികം അത് കഴിച്ചു. അതിനുശേഷം പുള്ളി കുറച്ചും കൂടെ തന്നേക്ക് എന്ന് പറഞ്ഞ് ഭാര്യ വീണ്ടും വീണ്ടും പറിച്ചു കൊടുക്കുകയാണ്. പുള്ളി മതപഠന ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല വിശപ്പുമുണ്ട്. വന്ന വഴി പുള്ളി ഒരല്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മൾബറി ഇഷ്ടം പോലെ പറിച്ച് അവനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ അവനത് പറിച്ചു കൊടുക്കുന്നത് വലിയ ഇഷ്ടവുമാണ്. ഒരുപാട് ചാടി പോകുമ്പോൾ കുഞ്ഞ് വന്നിരുന്നെങ്കിൽ അവന് കുറച്ച് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഇന്ന് യാദൃശ്ചികമായിട്ട് അവൻ വന്നെത്തി. ആവശ്യത്തിന് അവന് പറിച്ചു കൊടുത്തു. കുറച്ച് പറിച്ച് ഒരു ടിന്നിലിട്ട് വയ്ക്കുകയും ചെയ്തു. കണ്ടില്ലേ, വലിപ്പം കാണിച്ചു തരികയാണ്, നല്ല വലിപ്പമുണ്ട് എന്ന്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ബിഗോണിയ ചട്ടികൾ മണ്ണ് നിറയ്ക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ഇടയ്ക്ക് അവൻ്റെ ഒരു കുട്ടിത്തൂമ്പയുണ്ട്. ആ കുട്ടിത്തൂമ്പയും എടുത്ത് പുള്ളി അവിടെ എല്ലാം കൊത്തിയിളക്കി ഞാഞ്ഞൂലിനെ പൊക്കിയെടുത്തുകൊണ്ട് താറാവും കൂട്ടിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. അത് പുള്ളിക്ക് ഒരു രസമാണ്. ഓരോ കൊത്തി ഞാഞ്ഞൂല് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. കിട്ടുന്നതിന് താറാവിന് കൊണ്ട് കൊടുക്കുന്ന രീതിയാണ് പുള്ളിക്ക്. നമ്മളുമൊക്കെ കുഞ്ഞുനാളിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചൂണ്ടയിടാനാണ് ഇതിനെ അധികവും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് വളവുമൊക്കെ വാരി വച്ചിരുന്നപ്പോഴാണ് ഫോൺ കോൾ വന്നത്. എന്നാൽ ആ വളവുമൊക്കെ മിസ് ചെയ്ത് ചട്ടികളൊക്കെ നിറച്ച് വെച്ച് ഉള്ളതൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി തീർന്നു കിട്ടും. ഇതിനിടയിൽ അവൻ്റെ കളിയും തമാശയും ഒക്കെയായി സമയം പോയി. ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട്, എനിക്കിന്ന് സാൻഡ്വിച്ച് വേണമെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് നിർബന്ധമാണെങ്കിൽ സാൻഡ്വിച്ച് നമുക്ക് പോയി വാങ്ങാം. തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെ, മൂവാറ്റുപുഴ ടൗൺ ആയതുകൊണ്ട് തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെ ഈ കടകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, കുറച്ച് ചട്ടി നിറയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് പോകാം. അതിനുശേഷം നിന്നെ പിക്ക് ചെയ്യാൻ മമ്മ വരുമ്പോൾ നിനക്ക് പോകണമല്ലോ, അപ്പോൾ ഞാൻ ബാക്കി ചട്ടി നിറച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചട്ടി നിറയ്ക്കുകയാണ്. അവൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് മണ്ണൊക്കെ ഇളക്കിയിട്ട് എനിക്ക് നീക്കി തരികയാണ്. ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഉത്സാഹമാണ്. എൻ്റെ വലിയ കൂട്ടുകാരനായിട്ടാണ് പുള്ളി വളർന്നു വരുന്നത്. ഇവൻ വിരുന്നിന് വന്നാൽ മിനിമം 10 ദിവസത്തിൽ കുറയാതെ വരും. അപ്പോൾ 10, 15, 20 ദിവസമൊക്കെ വന്ന് നിന്നിട്ടാണ് പോവുകയുള്ളൂ. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പുലർകാലം എണീച്ച് യാത്ര തുടങ്ങും. ഞാൻ 4:30 മണിക്ക് എണീക്കുമ്പോൾ അവൻ 5:30 മണിക്ക് എണീച്ച് ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി വെളുത്തു തുടങ്ങുമ്പോൾ തന്നെ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് പാല് വാങ്ങാനായി പോയി കഴിഞ്ഞാൽ പാലും വാങ്ങിയിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ കറങ്ങിയാണ് തിരികെ വരിക. 7:30, 8 മണിയാകുമ്പോഴേക്കുമാണ് ഞങ്ങൾ വരിക. പാലിന് വേണ്ടി കാത്തിരിക്കുന്നവർ ചായ കുടിക്കാതെ കാത്തിരിക്കും. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ, അതുപോലെ ആശുപത്രി, അതുപോലെ സബ് ജയിൽ എന്ന് വേണ്ട KSRTC ബസ് സ്റ്റാൻഡ്, ഹൈക്കോടതി, ഇതെല്ലാം ഇവന് കാണിച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് വിവരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും മൂവാറ്റുപുഴ ടൗണിലുള്ള എല്ലാ ഇടവഴികളിലൂടെയും ഞങ്ങളങ്ങനെ കറങ്ങി വിരുന്നിന് വരുമ്പോൾ നടക്കാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഇവിടേക്ക് വരുന്നത് വലിയ ഇഷ്ടമാണ്. തന്നെയുമല്ല, എനിക്കൊരു മകളാണുള്ളത്. വീടിൻ്റെ കുറച്ച് ദൂരത്ത് തന്നെയാണ് വീട്. നടന്നു പോകാനുള്ള ദൂരമാണ് ശരിക്കുമുള്ളൂ. എന്നാലും തന്നെയൊന്നും വരാറായിട്ടില്ല. തന്നെയുമല്ല, സ്കൂളിലൊക്കെ പോയി തുടങ്ങി. ഇപ്പോൾ UKG വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ മതപഠന ക്ലാസ്സിലും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവന് എപ്പോഴും വരാനുള്ള സമയമില്ല. എന്നാലും ഞായറാഴ്ചകളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഫുഡെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കുറച്ച് നേരം കളിച്ചിട്ടാണ് പോകാറ്. അങ്ങനെ പുള്ളി ഓരോന്നും എൻ്റെ കൂടെ സഹകരിച്ചും ഇടയ്ക്ക് ഞാഞ്ഞൂലിനെ പൊക്കി നോക്കിയും ഒക്കെയായി സമയം കളയുകയാണ്. ഇടയ്ക്ക് വീണ്ടും പറയുന്നു, സാൻഡ്വിച്ചിൻ്റെ കാര്യം മറന്നു പോകരുത് എന്ന്. ഓക്കെ, ഞാൻ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചട്ടിയൊക്കെ നിറച്ച് ഞങ്ങൾ ഇനി സാൻഡ്വിച്ച് വാങ്ങാൻ പോയാലോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഭാര്യയാണെങ്കിൽ എന്തൊക്കെയോ പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കിട്ടിയ ചെടികളുമൊക്കെ അവൾ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അതിനുശേഷം കൈയും കഴുകി അവൾ
അവളുടെ പണിക്ക് കയറിപ്പോയി. കാരണം ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കണമല്ലോ. ഇതിനിടയിൽ കൊച്ചുമകൻ അങ്ങനെ ഓരോന്നോരോന്നായി മെനക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്കുടനെ പോകാം, ഈ 2-3 ചട്ടിയോട് കൂടി നിറയ്ക്കട്ടെ എന്നാണ് ഞാൻ അവനോട് പറയുന്നത്. അങ്ങനെ കുറച്ച് ചട്ടി കൂടി നിറച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച് പുറപ്പെടുകയാണ്. സാധാരണ വരുമ്പോഴൊക്കെ സാൻഡ്വിച്ച് വല്ലപ്പോഴുമൊക്കെ വാങ്ങാറുണ്ട്. എഗ്ഗ് സാൻഡ്വിച്ചാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ ഇന്ന് എഗ്ഗ് സാൻഡ്വിച്ച് തന്നെ വാങ്ങിത്തരാം, ഒരു പാക്കറ്റ് മമ്മയ്ക്കും വാങ്ങിത്തരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായി. എന്ത് കിട്ടിയാലും പുള്ളി വീട്ടിൽ കൊണ്ടുപോയി മമ്മയ്ക്കും കൊടുത്താണ് പുള്ളി കഴിക്കാറ്. അങ്ങനെ കുറേ ചട്ടികൾ ഞാൻ നിറച്ച് വച്ചു. കിട്ടിയ ചെടികളൊക്കെ അതിൽ നടുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അവൻ്റെ നിർബന്ധം കാരണം ഉടനെ തന്നെ കൈകാല് കഴുകി ഡ്രസ്സുകളൊന്നും മാറാതെ ആ വേഷത്തിൽ തന്നെ ഞങ്ങൾ ബനൂസിലേക്ക് യാത്രയായി. തൊട്ടടുത്ത് തന്നെയാണ്, ചെറിയൊരു കടയാണ്. ഇവിടെ എല്ലാ തരം ഐസ്ക്രീമുകളും അതുപോലെ ഇത്തരത്തിലുള്ള സാൻഡ്വിച്ച്, ബർഗർ എന്ന് വേണ്ട മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ പോകുന്ന ഒരു കടയാണ്. സബേൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ഈ കട. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് 2 എഗ്ഗ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. കടയിൽ തിരക്കാകുന്നതേ ഉള്ളൂ, കാരണം ഉച്ച സമയമാണ്. എന്നാലും നല്ല തിരക്ക് ഉണ്ടാകാറുണ്ട്. ശനിയാഴ്ചയുള്ള തിരക്ക് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. 3 മണി 4 മണി ആകുമ്പോഴേക്കും ഈ കടയൊക്കെ ഫുള്ളാകും. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പിള്ളേരുടെ ഇഷ്ട ഭക്ഷണങ്ങളാണല്ലോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പൈസയും കൊടുത്ത് അവനോട് പറഞ്ഞു, അവരിപ്പം തന്നെ പാക്ക് ചെയ്ത് തരും, അത് വാങ്ങിക്കൊണ്ട് പോരെ, ഞാൻ വണ്ടിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം പൈസ കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ വണ്ടിയിൽ പോയിരുന്നു. അവനാണെങ്കിൽ അത് കിട്ടുന്നതും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നല്ല മനോഹരമായൊരു പൂച്ച അതിലൂടെ വരുന്നത്. ഇത്തരത്തിലുള്ള കളറുള്ളൊരു പൂച്ചയെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ആ പൂച്ചയെ വലിയ ഇഷ്ടമായി. ഇതിൻ്റെ കളറും ബ്ലാക്കും ബ്രൗണും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ആ കളറ് എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പോഴേക്കും സാൻഡ്വിച്ച് റെഡിയായി. അവൻ ആ കിറ്റും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ചെന്നപ്പോഴേക്കും ഫോൺ വന്നു. അപ്പോൾ അവനെ ഉടനെ തന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടേണ്ടി വന്നു. അങ്ങനെ അവനെയും കൊണ്ടുവിട്ടതിന് ശേഷം ഒരല്പം ഭക്ഷണവും കഴിച്ച് ഞാൻ വീണ്ടും എൻ്റെ പണികൾ തുടരുകയാണ്. അത്യാവശ്യം ഉള്ള ചെടികളൊക്കെ ബിഗോണിയ ചട്ടികളിൽ നട്ടതിന് ശേഷം മറ്റുള്ള ചട്ടികളിൽ മിക്സ് ചെയ്ത മണ്ണ് നിറച്ചു വച്ചു. കാരണം തുലാവർഷത്തിൻ്റെ ഒരു ആരംഭമൊക്കെ കാണുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനം 2-3 ജില്ലകളിൽ യെല്ലോ അലർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ല അയൽവക്ക ജില്ല ആയതുകൊണ്ട് അവിടേക്കൊക്കെ യെല്ലോ അലർട്ട്, ഓറഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മഴ പെയ്തേക്കാം. മിക്സ് ചെയ്ത മണ്ണ് എല്ലാ ചട്ടികളിലും വാരി നിറച്ച് അവ കൊണ്ടുപോയി യഥാസ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചാൽ അടുത്ത ദിവസം ബിഗോണിയ ചെടികൾ കിട്ടുമ്പോൾ നടാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാ ചട്ടികളും ഭംഗിയായി നിറച്ച് കാടും കരിയിലെയും ഒക്കെ കല്ലും മുള്ളും എല്ലാം നീക്കി നല്ല മണ്ണ് മാത്രം നിറച്ച് എല്ലാം ഭംഗിയായി ഞാൻ അടുക്കി കൊണ്ടുപോയി വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നറിയില്ല. എന്നാലും എൻ്റെ വീഡിയോകൾ നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോകളായതുകൊണ്ട് പലരും ഒരു പക്ഷേ ബോറടിച്ചിട്ടുണ്ടാവും. എന്നാലും ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു വിഭാഗം ആളുകൾ. അങ്ങനെ എൻ്റെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഒരു ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അതിനുശേഷം ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറിയവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ഈ പണികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശിഷ്ടജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് എന്ന് ഞാൻ
പലവട്ടം പറയാറുണ്ട്. ഈ വീഡിയോയിലും അതുതന്നെ പറയുകയാണ്. ഇതിൽ കൂടുതൽ മറ്റു കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടായി പറയുവാനില്ല. അത്യാവശ്യം ഫിലോസഫിയും തത്വശാസ്ത്രങ്ങളുമൊക്കെ ഞാൻ പല വീഡിയോകളിലൂടെയും പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് എനിക്ക് അതിന് പറ്റിയൊരു മൂഡിലല്ല. കാരണം കൊച്ചുമകൻ വന്നതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അവൻ പോയപ്പോൾ ആ മൂടങ്ങോട്ട് പോയി. എന്നാൽ ഉള്ള ചട്ടിയെല്ലാം നിറച്ച് മഴയ്ക്ക് മുമ്പേ എടുത്തു വച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ചെടികൾ കിട്ടുമ്പോൾ അവ നടുകയും ചെയ്യാമെന്നുള്ള ധൃതിയിലാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പച്ചപ്പാണൻ്റെ സന്തോഷമെന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചട്ടികളും കാര്യങ്ങളുമൊക്കെ ഇനിയും അതിലും ഒക്കെ കിടപ്പുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകാൻ തയ്യാറില്ല. വീണ്ടും എൻ്റെ വീടും പരിസരവും മാക്സിമം ചെടികൾ കൊണ്ടും അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങൾ കൊണ്ടും ഒക്കെ നിറയ്ക്കാനാണ് എൻ്റെ ആഗ്രഹം. മട്ടുപ്പാവിൽ കൃഷി അവസാനിപ്പിച്ചെങ്കിലും മട്ടുപ്പാവിൽ വെണ്ടയിലത്ത് മത്ത നട്ട് തല നീട്ടി തുടങ്ങി. അടുത്ത ദിവസം കുമ്പളയും ചിരക്കയും ഒക്കെ നടണം. അങ്ങനെ ഓരോന്നുമായി നട്ട് വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരികെ പോകാനാണ്. അങ്ങനെ ആയുഷിൻ്റെ ശിഷ്ടജീവിതം ആസ്വദിച്ച് ജീവിക്കാനാണ് ഞാനും പങ്കാളിയും തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും എൻ്റെ സ്നേഹം നിറഞ്ഞ മുഴുവൻ പ്രേക്ഷകർക്കും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ.